ഗായ്സ്, വെൽക്കം ബാക്ക് ടു ത്രെഡ് ആൻഡ് ടംബിൾ. അപ്പൊ ഇന്നെന്താണ് ലിറ്റിൽ ഹൈക്കേഴ്സ് എന്ന് മനസ്സിലായോ? ഇവർ രണ്ടാളാണ് നമ്മളെ ലിറ്റിൽ ഹൈക്കേഴ്സ്. പീക്ക് ഡിസ്ട്രിക്ട് യുകെയിലെ ഒരു മനോഹരമായ നാച്ചുറൽ പാർക്കാണ്. യുഎഇന്ന് വന്നവർക്ക് നാച്ചുറൽ ബ്യൂട്ടി ആണ് ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളാണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ പോണ വഴിക്കൊരു ലൈക്കിന്റെ ബോർഡ് കണ്ടു. അപ്പൊ ഞങ്ങൾ കരുതി ലൈക്ക് കണ്ടിട്ട് അന്ന് പോവാം. അപ്പൊ ഞങ്ങൾ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഞങ്ങൾ ലേക്ക് കണ്ടു. ലേക്ക് കുറച്ച് താഴെ ഞങ്ങൾ ഉയർത്തി നിന്നിട്ടാണ് കണ്ടത്. കുറച്ചും കൂടി മുന്നിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലേക്കിന്റെ അടുത്തേക്ക് എത്താം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അത് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ അല്ലാത്തത് കൊണ്ട് ഞങ്ങൾ അവിടെ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തില്ല. ഞങ്ങളെ തിരിച്ച് ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര വീണ്ടും തുടങ്ങി. ഞങ്ങൾ പോകുന്ന വഴിയിൽ കുറെ വാലികൾ ഉണ്ടായിരുന്നു. അവിടെ കുറെ ഷീറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ വണ്ടി നിർത്താൻ പറ്റുന്നിടത്ത് നിർത്തി. ഇവിടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങുന്നതിനും അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിനൊന്നും കുഴപ്പമില്ലായിരുന്നു. ഇവിടെ ഉണ്ടായ ഒരു റൂൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡോർ അടക്കണം. അവിടെ ഒരു ചെറിയ ഗേറ്റ് പോലെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ഓപ്പൺ ചെയ്തു. എല്ലാരും ഉള്ളിലേക്ക് കയറി. മറക്കാതെ ഡോർ ക്ലോസ് ചെയ്തു. ഞങ്ങൾ അവിടുത്തെ ബ്യൂട്ടി ഫുള്ള് ആസ്വദിച്ചു. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അവിടെ കുറെ ചെമ്മരിയാടുകൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോ? കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ട് ഞങ്ങൾ തിരിച്ചുള്ള യാത്ര വീണ്ടും ആരംഭിച്ചു. പീക്ക് ഡിസ്ട്രിക്റ്റില് മെയിൻ ആയിട്ട് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പാറകളും മലകളും ഉള്ളത് ഡാർക്ക് പീക്ക്. രണ്ടാമത്തേത് പച്ചപ്പുല്ലും താഴ്വരകളും ഉള്ളത് വൈറ്റ് പീക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വൈറ്റ് പീക്കാണ്. അപ്പൊ വൈറ്റ് പീക്കിന്റെ ഭംഗി നിങ്ങളെല്ലാവരും ഒന്ന് ആസ്വദിച്ചോളൂ. ഇവിടെ ഉള്ള ഒരു പ്രത്യേകതയാണ്, ഇവിടെ നിങ്ങൾക്ക് ഏത് മൗണ്ടെയിനിലോ അല്ലെങ്കിൽ ഏത് ഫോറസ്റ്റിലോ ആണെങ്കിലും നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാം. അപ്പൊ നമ്മളിവിടെ മാംടോർ പീക്കിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഉള്ളത് പീക്ക് ഡിസ്ട്രിക്റ്റിലെ ഒരു മൗണ്ടെയിൻ മേലാണ്. ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യൂ അടിപൊളിയാണ്. ഞങ്ങളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും. ഞങ്ങൾക്ക് പറ്റുന്നത്ര ഹൈക്കും ചെയ്യും. അപ്പൊ എല്ലാവർക്കും വെൽക്കം. ഇതാരെ പറയില്ലെങ്കിൽ ഇത് ഇസുവ. അത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ യാണിയുണ്ട്. This is fun. Really fun. പിന്നെ ഇത് മാധു. അനക്ക് എത്ര ഹൈറ്റ് ചെയ്യണം? ഞാനിയെ നിന്റെ എത്ര മേലേക്ക് ഈ എത്ര മേലേക്ക് പോകും എന്നാണ് ഈ കരുതണേ? ഈ എത്ര മേലേക്ക് പോകുന്നാണ് ഈ കരുതണേ? എത്ര മേലേക്ക് പോകുന്നാണ് ഈ കരുതണേ? എത്ര ദൂരം കയറുന്നാണ് ഈ കരുതണേ? ഫുള്ള് കയറുവാ? ഞാൻ ഈ ഗ്രീൻ ഗ്രാസ് കഴിയുന്നത് കയറുന്നാണ് കരുതുന്നത്. പിന്നെയും ഹൈക്ക് ചെയ്യും.
ഞാനും വീട്ടിൻ്റെ അവിടെ ഇരുന്ന് കാരണം ഞങ്ങളൊരു ഫ്ലവർ ബൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഞങ്ങളെ റെസ്റ്റില് ഞങ്ങള് ഫോട്ടോ എടുത്തിട്ടും ഫ്ലവേഴ്സ് ഒക്കെ പിക്ക് ചെയ്തിട്ടൊക്കെ നിൽക്കണ്ടായിരുന്നു. ഞാനും അതൊന്നും അപ്പോഴും ഹൈക്കിങ് നിർത്തിയിട്ടില്ലായിരുന്നു. അവര് പിന്നെയും ഹൈക്ക് ചെയ്യായിരുന്നു. ഞങ്ങള് വരുന്നില്ലാന്ന് കണ്ടപ്പോ അവര് ഓടിക്കളിക്ക് തന്നെ അത് കാണുന്നുണ്ടോ അവരെ? പിന്നെ ഒന്നിനെയും വിട്ടു തരാത്ത ആളായോണ്ട് തന്നെ ഞങ്ങള് ബൊക്കെ ഉണ്ടാക്കുന്ന കണ്ടപ്പോ ഓളം പൂ കളക്ട് ചെയ്ത് തുടങ്ങി. ഞങ്ങളിപ്പോൾ ഉള്ളത് ഒരു വലിയ ഹില്ലിന്റെ മേലെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ബാക്കൊക്കെ നോക്കിയാൽ മനസ്സിലാവുമായിരിക്കും. ഇനി അവിടേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലക്ഷ്യത്തിൻ്റെ അടുത്തേക്ക് എത്തണമെങ്കിൽ ഇനി എന്താ ഉള്ളത് ഫുള്ള് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെയാണ്. പാരൻസ് ബാക്കിലായിരുന്നു വന്നിരുന്നത്, ഞങ്ങളെ മുന്നിൽ പോയി. ഞങ്ങള് ഇപ്പോഴും ഒരു ലീഡിൽ തന്നെ ആയിരുന്നു. ഇവര് പിന്നെയും ബാക്കിലായിരുന്നു. ഉമ്മാന്റെയും ഉപ്പാന്റെയും മൂത്തപ്പാന്റെയും മൂത്തമ്മാന്റെയും വരുവാണ്ട് രാമടിച്ചു വരുന്ന മാതിരിയായിരുന്നു. ഞങ്ങളിപ്പോ കണ്ടോ ഒരുപാട് മുമ്പിൽ എത്തിയിരിക്കുന്നു. ഒരിപ്പോഴും കണ്ടില്ല, കുറെ ബാക്കിലാണ്. ഈ ഹൈക്കിങ്ങില് ഞങ്ങളെല്ലാരും അത്ഭുതപ്പെടുത്തിയത് ഇതാണ്. ഓള് ഒറ്റക്ക് ഫുള്ള് കേറി. ഞങ്ങള് എടുക്കാനൊന്നും ചോദിച്ചിട്ടൊന്നും എടുക്കാനൊന്നും അയച്ചിട്ടില്ല. അങ്ങോട്ട് കേറിയപ്പോ മാത്രമേ ഉള്ളൂ കേട്ടോ അത് ഉണ്ടായിരുന്നത്. തിരിച്ചറിഞ്ഞപ്പോ എടുക്കുന്ന വേണ്ടിയിരുന്നു. ഞങ്ങൾ ഇനി മേലെ വരെ ഹൈക്ക് ചെയ്യാൻ പോവാ. ഞങ്ങളിപ്പോ ഇവിടെ എത്തിയിട്ടുണ്ട്. യാനിയാണ് ഏറ്റവും മുന്നില്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്ര അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇതിപ്പോ കാണിച്ചതില്ല കേക്ക് ഇട്ടിയും അതൊക്കെ വരുന്നുണ്ട്. വരി 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 നമുക്ക് പോവാ. ഹൈക്ക് ചെയ്യല്ലേ? ഞങ്ങളെല്ലാരും ഉണ്ട്. ഞാൻ ഇട്ടി മാതു യാനി ഞങ്ങളാണ് ഇപ്പൊ ഇവിടെ മുന്നിലുള്ളത്. ഞങ്ങളെ ഗോള് പാസ് ചെയ്തു. ഇതൊക്കെ ഇവിടെ ചെയ്ത ഡിസൈൻ. ഇത് അടുത്ത് ഇതൊക്കെ ഒരു കുഞ്ഞ് ഡിസൈൻ. ഇത് അടുത്ത് കുഞ്ഞ് യാനി ചെയ്ത് കണ്ടോ? ഈ ഡിസൈൻ ചെയ്ത ആർട്ട്. Let's keep hiking.
place is amazing. Can you even see that? It's literally so beautiful. I never hiked this much in my life. This is the first time. goal to cloud reach ആണോ? Cloud ഒരിക്കലും റീച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഗോള് Cloud എങ്ങനെ റീച്ച് ചെയ്ത്? ഉയരം കൂടുന്തോറും ഭംഗി മാത്രല്ല കൂടുന്നത്, തണുപ്പും കാറ്റും നല്ല കൂടുന്നുണ്ടായിരുന്നു. കാറ്റ് നിങ്ങൾക്ക് അടിക്കുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുക. ക്രോഷ്യ പഠിക്കണ്ടേ? ക്രോഷ്യന്റെ വീഡിയോസ് ഞാൻ വൈകാതെ വരണ്ട്. അങ്ങനെ ഒടുവിൽ ഞങ്ങൾ മേലെ എത്തി. ഇതിന്റെ മേലെ ഇങ്ങനെയായിരുന്നു ഒരു സർക്കിള് പോലെ, അതിന്റെ നടുവിലൊരു ചെറിയൊരു സാധനം പോലെ ഉണ്ടായിരുന്നു. എന്താ എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അപ്പൊ ഞാൻ കൈമ കേറി നിൽക്കുന്നുണ്ട്. ഞാനും എസ്ലിയും ചെറിയൊരു ഡാൻസ് ഒക്കെ ചെയ്തു. കളിക്കാൻ അറിയില്ലെങ്കിലും അപ്പൊ ഇതാണ് ഇന്നത്തെ അഡ്വഞ്ചർ. അപ്പൊ എല്ലാരും വേറെ വീഡിയോയിൽ കാണാം. ബൈ.